നമസ്കാരം. 79 സീറ്റുകളിൽ BJP ജയിക്കാൻ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളിൽ അതിൽ ആദ്യം പുറത്തുവിട്ടതും രണ്ടാമത് പുറത്തുവിട്ടതുമായിട്ടുള്ള കണക്കുകളിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഇപ്പോൾ വന്ന അന്തിമ കണക്കും തമ്മിൽ കോടികളുടെ വ്യത്യാസമുണ്ടെന്ന് മഹാരാഷ്ട്ര ആസ്ഥാനമായിട്ടുള്ള വോട്ട് ഫോർ ഡെമോക്രസി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ചെറിയ കണക്കല്ല. 4,65,46,885 വോട്ടുകളുടെ വ്യത്യാസമാണ് VFD ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ രണ്ട് കണക്കുകളും തമ്മിൽ വന്നിരിക്കുന്നതും ഈ വ്യത്യാസം. ഇവിടെ ആദ്യം കമ്മീഷൻ നൽകിയ കണക്കിനേക്കാൾ അവസാന കണക്കിൽ ഗണ്യമായ വോട്ട് വർധന ഉണ്ടായ 79 സീറ്റുകൾ അത് BJP ആണ് നേടിയത്. അതുകൊണ്ട് തന്നെ ഈ കണക്കിൽ വന്ന വ്യത്യാസത്തിൽ വ്യക്തത വേണമെന്ന ആവശ്യത്തിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. അതായത് 15 സംസ്ഥാനങ്ങളിൽ BJP നേതൃത്വത്തിലുള്ള NDA വിജയിച്ചിരിക്കുന്ന 79 സീറ്റുകളിലെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് ഈ അന്തിമ വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം പുറത്തു വന്ന കണക്കും അതോടൊപ്പം തന്നെ അതിനുശേഷം വന്ന കണക്കുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഒന്നും രണ്ടുമല്ല 79 സീറ്റുകളാണ് BJP നേടിയത്. ഈ കണക്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാട്ടിയ കൃത്രിമത്വം അത് BJPക്ക് ഗുണം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ കണക്കിലെ വ്യത്യാസത്തിൽ വ്യക്തത വരുത്തണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത്. കമ്മീഷൻ ആദ്യവും അവസാനവും പറഞ്ഞ മൊത്തം വോട്ട് കണക്കിൽ 5 കോടി വോട്ടുകളുടെ ശരാശരി 4.7% വ്യത്യാസമുണ്ടെന്ന് പാർട്ടി നേതാവ് സന്ദീപ് ദീക്ഷിത് വാർത്താസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. BJPയും അതോടൊപ്പം തന്നെ BJPയുടെ സഖ്യകക്ഷികളും അപ്രതീക്ഷിതമായിട്ട് തൂത്തുവാരിയ ഒഡീഷ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വോട്ട് കണക്കിലെ വ്യത്യാസം അത് 12.5% വരെയാണ്. ഇത്രയും വലിയ വ്യത്യാസം ഉണ്ടായത് എങ്ങനെയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണം. കണക്കിൽ 1% വരെയൊക്കെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലക്ഷദ്വീപിൽ ഇത് 25% വരെയാണ്. അതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? 2019 ഈ വ്യത്യാസം കേവലം 1% മാത്രമായിരുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പിൽ അവസാന വോട്ട് കണക്ക് പുറത്തുവിടാൻ 11 ദിവസം എടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രണ്ടാം ഘട്ടത്തിൽ 6 നാളും അതിനുശേഷം തുടർന്നുള്ള ഘട്ടങ്ങളിലെല്ലാം തന്നെ 4-5 ദിവസങ്ങളും എടുത്തു. സാങ്കേതിക വിദ്യയുടെ ഈ ആധുനിക കാലത്ത്, ടെക്നോളജിയുടെ ഈ ഒരു കാലത്ത്, ആ സാങ്കേതിക വിദ്യ തന്നെ ഒരുപാട് വളർന്ന കാലത്ത് പോൾ ചെയ്ത വോട്ടുകളുടെ അവസാന കണക്ക് അത് കൃത്യമായിട്ട് ക്രോഡീകരിക്കാൻ കമ്മീഷൻ ഒരുപാട് ദിവസങ്ങൾ എടുത്തത് എന്തിന് എന്നതൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ. കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുക മാത്രമല്ല, മൊത്തം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെ ഒരു സംശയം സൃഷ്ടിക്കുന്നതാണ് ഈ അന്തരം എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ തൃപ്തികരമായിട്ടുള്ള ഒരു വിശദീകരണം അത് കമ്മീഷൻ നൽകിയില്ലെങ്കിൽ അതിനു മുകളിലുള്ള സ്ഥാപനങ്ങളെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഉറച്ച നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.